അനാർക്കലി മരക്കാർ നമ്മുടെ ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഈ അനാർക്കലി മരക്കാർ ഇതായിരുന്നു അനാർക്കലി മരക്കാർ എന്നൊക്കെ ചോദിച്ച ചില പ്രേക്ഷകരൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ അത്ര പേര് കാണാൻ കാത്തിരിക്കുകയാണെന്ന് പറയാം. ഈ മുഖത്തിന്റെ പേരാണോ അനാർക്കലി എന്ന് ചോദിച്ചവരും ഉണ്ട്. എത്ര സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്? 3 സിനിമയിലോ 3-4 സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പ്രേക്ഷകരുടെ ഒരു സംശയം, അരുൺകുമാർ സാർ താങ്കൾക്ക് എല്ലാ സിനിമയും കാണുമോ? അനാർക്കലിയുടെ സിനിമ കണ്ടതായി പറയുന്നു, ഇതിനെല്ലാം കൂടി സമയമുണ്ടോ എന്ന് പറയുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരം അതിഥികൾ വരുമ്പോൾ തള്ളാറാണ് പതിവ്. പക്ഷേ ഇത് ഞാൻ തള്ളിയതല്ല. ഉയരേന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി തന്നെ കണ്ട സിനിമയാണ്. ഉയരേന്ന സിനിമയിലാണ് ശരിക്കും അനാർക്കലിയെ ഞാനും നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ബാക്കി 2 സിനിമകൾ നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയിട്ടില്ല. വിശ്വനാഥ സൻസ് കാണുന്നുണ്ട്, പക്ഷേ അതിന് എന്ന് കാണും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞാനെനിക്കൊരു കാര്യം ചോദിച്ചോട്ടെ, വാർത്ത വായിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ ജേർണലിസമാണ് പഠിച്ചത്. ജേർണലിസം പഠിച്ചിട്ടുണ്ടല്ലേ? അത് ശരി. ചുമ്മാ അല്ല. പക്ഷേ ശ്രമിക്കാം, എനിക്ക് അങ്ങനെ ടോണൊന്നും. ആണോ? നമുക്ക് അനാർക്കലി കൊണ്ട് വാർത്തയും കൂടി വായിപ്പിച്ച് വേണം കേട്ടോ വിടാൻ. അപ്പോൾ ഞാൻ ആദ്യം നമുക്കൊരു ട്രയൽ നോക്കാം. ഇത് പ്രോംപ്റ്റർ എന്ന് പറയും. ഈ പ്രോംപ്റ്റർ നിയന്ത്രിക്കുന്ന സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നാട്ടുകാർക്ക് ഞാനിതെല്ലാം കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ ആദ്യം കയ്യിൽ നിന്നിട്ടാണ് പറയുന്നത് എന്നുള്ളത് സത്യം. അതുകൊണ്ടൊക്കെ ചിലർ കയ്യിൽ നിന്ന് പോകാറുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വാർത്ത എഴുതിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് വാർത്ത. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്നാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ലൈവ് നോബിൾ CJP എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വാർത്തയെക്കുറിച്ചുള്ള സ്ലഗ്ഗാണ്. സ്ലഗ് എന്നാ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയെക്കുറിച്ചുള്ളൊരു സൂചന. അത് PISAറിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന ലൈവാണ്, അടുത്ത് വരാൻ പോകുന്നത് നോബിളാണ്. CJP വിഷയത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വരാൻ പോകുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ.